ഈ വിഷയത്തിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മലയാളത്തിൽ ഇങ്ങനെയാണ്: ഉത്കൃഷ്ട മാനസരായിരിക്കുക എന്നാണ്. 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർശ്വരാജാവായ കോരശിൻ്റെ വാഴ്ചയിലും എന്ത് ചെയ്തു? ശുഭപ്പെട്ടിരുന്നു. ശുഭപ്പെട്ടിരിക്കുക എന്ന വാക്കിന് ഒത്തിരി വാക്കുകളുണ്ട്. നാടൻ ഭാഷയിൽ നന്നായിരിക്കുക, സുഖമായിരിക്കുക, എന്താ വിശേഷം. പെന്തക്കോസ്തുകാരാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവോ, എഴുത്ത് ഭാഷയാണെങ്കിൽ കൃതാർത്ഥനായിരിക്കുക യോസേഫ്. ക്ലൈമാക്സ് ഏറ്റവും നല്ല വാക്ക് മലയാളത്തിൽ കിട്ടുന്ന ഇതാണ്: ഉത്കൃഷ്ട മാനസനായി ഇരിക്കുക. നിർഭാഗ്യവശാൽ ഈ വാക്കൊന്നും നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, പറയാറില്ല. പറയാൻ അവസരം തരാം. ഇന്ന് ഉച്ച കഴിഞ്ഞ് സഭായുത്തിന് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഒരു കോൾ ചെയ്യണം. അപ്പുറത്തെ എടുത്ത് ചെയ്യുമ്പോൾ ചോദിക്കണം, ഉത്കൃഷ്ട മാനസൻ ആയിരിക്കുന്നുവോ? അപ്പോൾ അവർ ചോദിക്കും, എന്തുവാ? ഒന്നുകൂടെ പറയുക, ഉത്കൃഷ്ട മാനസ ആയിരിക്കുന്നുവോ? അപ്പോൾ അവരിങ്ങനെ ഈ ഫോൺ അടച്ചു പിടിച്ചിട്ട് പറയും, ഇടി ഇന്ന ആളാ വിളിക്കുന്ന, എന്തോ ഒരു കുഴപ്പം. അതൊക്കെ പറയും അവർ. ഇന്നത്തെ സഭ എന്തോ അതൊക്കെ പറയും, കുഴപ്പമില്ല. എന്നാലൊന്ന് പറഞ്ഞു തരും, ഉത്കൃഷ്ട മാനസൻ ആയിരിക്കുന്നുവോ? അപ്പോൾ അവർ ചോദിക്കും, എന്തോ എന്ന് ചോദിക്കലും ഒരു ക്ലാരിഫിക്കേഷൻ പറയും. ഇന്നത്തെ സഭായോഗത്തിലെ ഇന്ന പാസ്റ്ററിൻ്റെ മെസ്സേജ് ആയിരുന്നു, ഉത്കൃഷ്ട മാനസൻ ആയിരിക്കുന്നുവോ. അതുകൊണ്ട് മടി പിടിച്ച് വീട്ടിലിരിക്കരുത്, വന്നാൽ ഇതൊക്കെ കേൾക്കാം എന്നൊരു ദൂതും കൂടെ പറഞ്ഞു തരും. ഈ ദാനിയേൽ നമ്മളെപ്പോലെ മറ്റൊരു സ്ഥലത്താണ്. നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ ഞാനല്ല, ഞാനങ്ങ് പോവും. നിങ്ങളൊക്കെ പരദേശവാസം ചെയ്യുന്ന മറ്റൊരു സ്ഥലത്താണ്. പോകാനുള്ള കാരണമൊക്കെ അറിയാമല്ലോ. 1-ാമത്തെ രാജാവ് ശൗൽ, 2-ാമൻ ദാവീദ്, 3-ാമൻ ശലോമോൻ. രാജ്യം 2ആയിട്ട് വിഭാഗിക്കപ്പെടുന്നു: രഹബയാം, യൊരോബെയാം. വടക്കേ ദേശം, തെക്കേ ദേശം, യഹൂദ, ഇസ്രായേൽ. 10, 1, 200-ൽ പരം വർഷങ്ങൾ, 300-ൽ പരം വർഷങ്ങൾ, 411 വർഷം 41 രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചു എന്നുള്ള മലയാള വാക്ക് ഇതിനേക്കാൾ നല്ലത് നമ്മൾ സ്ഥിരം പറഞ്ഞ വാക്കാണ്. ഭരിച്ച് മുടിച്ച് തേച്ച് കഴുകി. എന്താ കാര്യം? ഒരെണ്ണം മര്യാദയ്ക്ക് ജീവിച്ചില്ല. ഈ രാജാക്കന്മാരെല്ലാം മരിക്കുമ്പോൾ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, അവരെല്ലാം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അർത്ഥം, ഇവർ ഈ 411 വർഷത്തിൽ എത്ര ശനിയാഴ്ച ഉണ്ടെന്നറിയാമോ? 25,000. അതിൽ ആചരിക്കപ്പെട്ടത് 2,000 ബാക്കി എത്ര കടം? അയ്യോ, 25,000-ന് 2,000 പോയാൽ എത്രയാണെന്ന് ചോദിച്ചിട്ടാണോ ഈ മൗനം? ഞാൻ വലിയ കണക്കൊല്ലും ചോദിച്ചിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ. അപ്പോൾ എത്ര? 23,000. പണ്ട് ഞാൻ യാക്കോബായിലൊക്കെ ആയിരുന്നപ്പം അവിടെ ഒരു പദമുണ്ട് ഞങ്ങൾക്ക്, കടമുള്ള ദിവസങ്ങൾ, അല്ലേ? കടമുള്ളത്. അപ്പോൾ കടം മേടിച്ചാൽ കൊടുക്കണ്ടായോ? 23,000 ശനിയാഴ്ചകൾ ഇവർ അലക്ഷ്യമായി ജീവിച്ചിട്ടും യഹോവ ഒന്നും പറഞ്ഞില്ല. യഹോവ മിണ്ടാതെ നടന്നപ്പോൾ അവരും പറഞ്ഞു, ഇവൻ ഞങ്ങളെപ്പോലെയുള്ളവനെന്ന് നിരൂപിച്ചു. അവസാനം എന്താ സംഭവിച്ചെന്നറിയാമോ? യഹോയാക്കീൻ, സിദക്കിയാവ് 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ 3023, 832, 745 4,600 പേരെ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ പാർത്തത് 70 സംവത്സരമാണ്. ഇസ്രായേലിൻ്റെ ഒരു വർഷം ഏതാ? ചന്ദ്രമാന വർഷമാണ്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ 14 + 14 = 28. പൗർണമവാസി അമാവാസി 28 × 2 30 × 12 360 × 70 സമം. നിങ്ങൾ വിചാരിക്കും ഞാൻ കണക്കിന് മിടുക്കനാണുള്ളത്. 10,000 വട്ടം രാവിലെ കൂട്ടിയേച്ചാണ് വന്നിരിക്കുന്നത്. തെറ്റിപ്പോകരുതല്ലോ വന്നിട്ട്. 23,200-ൽ പരം ദിവസങ്ങളാണ് അവരവിടെ അടിമകളായിരുന്നത്. ഇപ്പം എന്തെങ്കിലും പിടികിട്ടിയോ? ഞാൻ ക്ലിയർ ചെയ്യാം. എത്ര ആരാധന മുടക്കി? 23,000. ഇപ്പം എത്ര ആരാധനയ്ക്ക് വേണ്ടി കൊതിച്ചു? 23,000. ഇപ്പോൾ വല്ലതും മനസ്സിലായോ? ഇനി അത് ഒന്നുകൊണ്ട് വാചകത്തിലാക്കി തരാം. ന്യായമല്ലാത്ത കാരണത്താൽ ആത്മീയതയ്ക്ക് അവധി കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ അവർ ദൈവത്തോട് നിലവിളിച്ചു. അവിടെ ചെന്നപ്പോൾ ദാനിയേൽ വളരെ 120 ദേശാധിപതികൾ അതിലൊരാളായി, പിന്നെ 3 പേര് അതിൽ വിശിഷ്ടനായി വിളങ്ങി, രാജ്യത്തെ 2-ാമനായി. ആ സന്ദർഭമാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. എന്നിട്ട് ആ നാട്ടിൽ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാൻ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ, പരദേശവാസം ചെയ്യുന്ന ബഹറിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ എവിടെ പോകണം? ഇതാ അനുഗ്രഹം. അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു റെക്കോർഡിക്കൽ മെസ്സേജ് അല്ല, പ്രാക്ടിക്കലാണ്. ലൈഫായിട്ട് ചെയ്യുന്ന, നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 1, ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ അവൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുന്ന 3 സ്വഭാവങ്ങൾ. നമ്പർ 1, 1-ാമത്തെ 8-ാമത്തെ വാക്യം, അവൻ ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു. 2, 6-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം, അവൻ സകലത്തിലും വിശ്വസ്തനായിരുന്നു.
6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, അവൻ പ്രാർത്ഥന ജീവിതമുള്ളവനായിരുന്നു. ഇത് നമുക്കുണ്ട്. നമ്മൾ പ്രമാണമുള്ളവരാണ്, വിശ്വസ്തരാണ്, പ്രാർത്ഥനയുള്ളവരാണ്. പക്ഷേ ആദ്യം പറഞ്ഞ വാക്ക് മറക്കണ്ട, നമ്മൾ പ്രമാണമുള്ളവരാണ്, പക്ഷേ ദാനിയേൽ ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു. എൻ്റെ വ്യത്യാസം എന്താണ്? നമ്മൾ വിശ്വസ്തരാണ്, പക്ഷേ ദാനിയേൽ സകലത്തിലും വിശ്വസ്തനായിരുന്നു. നമ്മൾ പ്രാർത്ഥനയുള്ളവരാണ്, പക്ഷേ ദാനിയേൽ പ്രാർത്ഥന ജീവിതം ഉള്ളവരായിരുന്നു. അതിൻ്റെ വ്യത്യാസം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 പോയിന്റ് വിശദീകരിക്കുന്നില്ല, 6-10 മാത്രം വിശദീകരിക്കുന്നു. ഈ ഹൃദയത്തിൽ പ്രമാണമുള്ളവരും കയ്യിലും വായിലും ഒക്കെ പ്രമാണമുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ദാവീദിനെ പോലെ വർഷിപ്പാരാ ചെയ്തിട്ടുള്ളത് അല്ലേ? ദാവീദിനെ പോലെ ആരാ എഴുതിയിട്ടുള്ളത്? കാവ്യാത്മകമായി എത്ര മനോഹരമാണ് അല്ലേ? പക്ഷേ സ്വന്തം കുടുംബത്തിൽ, സ്വന്തം വീട്ടിൽ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. വായിച്ചില്ലേ? നടുങ്ങുവിൻ, എവിടെ ധ്യാനിച്ച് മൗനമായിരിക്കണം. ഈ മെത്തേന്ന് എഴുന്നേറ്റ് പോയി പാപം ചെയ്തുകൊണ്ട് മെത്ത കാണുമ്പോഴേ നടക്കുക. ശമൂവേൽ 12:2 മെത്തയിൽ നിന്നാണ് പുള്ളി എഴുന്നേറ്റ് പോയത്. അപ്പോൾ അത് കാണുമ്പോഴേ നടക്കുവാണ്. അങ്ങനെ നടക്കണ്ടേ? അപ്പം അന്ന് ചെന്ന് ആ മാളിക മോളിൽ കൂടെ ഒക്കെ നടന്നു. നമുക്കറിയാമല്ലോ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സംഗതി കുഴപ്പത്തിലായി. അപ്പോൾ ആ പാപം ചെയ്യുന്ന സമയത്തൊക്കെ പ്രമാണമുണ്ട്. ഒരുപാട് 20-15 ഉണ്ടെന്നേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ് യോസേഫ്. യോസേഫ് പറഞ്ഞ കാര്യമാണ്, ഞാൻ നിന്നോട് ചെയ്താൽ ആരോട് പാപം ചെയ്യുന്നു? യഹോവയോട്. ഏത് വചനം വെച്ചാ പറഞ്ഞത്? ആകാം അരുത് എന്ന പ്രമാണം അവനവൻ്റെ ഉള്ളിൽ വേണം. അതാണ് ഈ പറയുന്നത്. അല്ലാതെ ഭാഷകൾ നമ്മുടെ പുറകെ നടക്കാൻ പറ്റത്തില്ല, നമുക്ക് ഭാഷ പുറകെ നടക്കാൻ പറ്റില്ല, ഒന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ പ്രമാണമുള്ളവർ എവിടെ ജീവിച്ചാലും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. അംഗീകരിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം സ്വന്തം പറഞ്ഞാൽ മതി. രണ്ടാമത്തെ കാര്യം സകലത്തിലും വിശ്വാസം. എൻ്റെ ഗുണം എന്നറിയാമോ? രാജ്യത്തെ രണ്ടാമനായി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ബഹ്റിനിൽ ബഹുനിലയുള്ള മന്ദിരത്തിൽ ചെല്ലുമ്പോൾ സ്റ്റെയർ കേസ് അല്ല കയറുന്നത്, ലിഫ്റ്റാണ് കയറുന്നത്. കയറിയിരിക്കുക, 36 ഞെക്കുക, 36-ാമത്തെ നിലയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ സകലത്തിലും വിശ്വസ്തരായ ഒരാളാണ് താങ്കളെങ്കിൽ, ഒരാളുടെ കാലിൽ ചവിട്ടാതെ, എളിയിൽ ചവിട്ടാതെ, അവനെതിരെ ആരോപണം പറയാതെ, അഴിമതിയില്ലാതെ, കുതിരക്കച്ചവടം നടത്താതെ, ഒരാളെ താറടിക്കാതെ നിങ്ങൾക്ക് ഉയരാൻ പറ്റും. അതിന് വചനം പറയുന്ന പേരാണ് തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ എന്ത് ചെയ്യണം? താണിരിക്കുന്നവനെ ഉയർത്തുന്നവനാണ് ദൈവം. 3-ാമത്തെ ഭാഗമാണ് വിശദീകരിക്കുന്ന 6-10. അതിൽ ഞാൻ 6 കാര്യങ്ങൾ വേഗത്തിൽ പറയും. 6 കാര്യങ്ങൾ ഏതാണ്? പ്രാർത്ഥനയുള്ളവരും പ്രാർത്ഥന ജീവിതമുള്ളവരും തമ്മിലുള്ള 6 വ്യത്യാസങ്ങൾ പറയാൻ പോവാണ്. അതിലേക്ക് നോക്കിയിരുന്നുള്ളൂ. ഞാൻ പ്രാർത്ഥനയുടെ 6 സവിശേഷതകൾ, ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ 6 സവിശേഷതകൾ പറയുന്നു. 1, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. ഉണ്ടോ അതിനകത്ത്? അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉണ്ട്. 2, കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. ഉണ്ടല്ലോ? ഉണ്ട്. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ശരി. ബൈബിൾ പ്രസംഗമൊക്കെ തുടങ്ങുമ്പോൾ ബൈബിൾ വായിക്കുന്ന നല്ലൊരു സ്വഭാവമാണെങ്കിലും നിങ്ങളുടെ വായന കണ്ടാൽ തോന്നും നിങ്ങൾ കടമെടുത്ത ബൈബിളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പണ്ടാരോ പറഞ്ഞ പോലെ നിങ്ങളുടെ ബൈബിൾ നിങ്ങൾക്ക് തന്നെ തന്നുവിടുന്നതായിരിക്കും, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇപ്പം ഇങ്ങോട്ട് നോക്കിയിരിക്കും. അപ്പോൾ 3-ാമത്തെ എന്തുവാ? മുൻപേ നിങ്ങൾ വായിക്കുകയല്ലേ? അതോ അതിന് മുമ്പിൽ എഴുതിയിരിക്കുന്നത്, താഴെ എഴുതിയിരിക്കുന്ന അടിസ്ഥാന വാക്യം എന്താ? ഇത് ആരെഴുതി, എപ്പോഴെഴുതി, ചരിത്രം പരിശോധിക്കും. ചിലങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവേഷണമാണ്. എന്തിനാ വിഷമിക്കുന്നത്? ഞാനതൊക്കെ തച്ചിനിരുന്ന് നോക്കിച്ച് വന്നിരിക്കുന്ന. ഇപ്പം നിങ്ങൾ ഗവേഷണം നടത്തണ്ട. 3-ാമത്തെ മുമ്പേ ചെയ്തു വന്ന പോലെയുള്ള പ്രാർത്ഥന. 4 ദിവസം 3 നേരമുള്ള പ്രാർത്ഥന. 5 മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. 6 സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. ഒന്നുകൂടെ പറയുകയാണ്. നമ്പർ 1, ചില ആളുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ എഴുതിയെടുക്കും അല്ലേ? വളരെ കുറച്ച് പേര് എഴുതിയെടുക്കുന്ന പിള്ളേരൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. ഓർമ്മയില്ലാത്തവരെ എഴുതിയെടുക്കുന്നു പറഞ്ഞു. എനിക്കും ഓർമ്മയില്ല, എനിക്ക് യാതൊരു ഓർമ്മയില്ല. ആരെപ്പോൾ പ്രസംഗിച്ചാൽ അപ്പോഴേ ഞാൻ ആധാരം എഴുതുന്നവനെ പോലെ എഴുത്തു തുടങ്ങും. വീട്ടിൽ ചെന്നിരുന്ന് ഇങ്ങനെ പറയും, ഈ കുറിച്ചാലല്ലേ കുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എഴുതുക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ അവർ മാത്രമല്ല, എനിക്കും മക്കളെ എനിക്കും വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷേ എഴുതാത്തവരെന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പ്യൂട്ടറാണ്. എൻ്റെ പൊന്നെ, ഈ 1 മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, അവരെ അങ്ങോട്ട് ഡിസ്കിനകത്ത് കയറ്റി വെച്ചിട്ട് എന്നാ ഓർമ്മ? നിങ്ങളെ ഓർത്ത് ബിഗ് സല്യൂട്ട്.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം മറക്കണ്ട മക്കളെ, ഈ മോക്ക് വേണ്ടി ഞാൻ പറയുന്നത് നമ്പർ 1 ഒന്നാമത്തെ എന്താണ്? വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. 2 കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. 3 മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥന. 4 ദിവസം 3 നേരമുള്ള പ്രാർത്ഥന. 5 മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. ഒടുവിൽ സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. ഇനി ഒരു സ്തോത്രം പറഞ്ഞ് 1 വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. ശ്രദ്ധിച്ചോളൂ, ഒത്തിരി വിശദാംശങ്ങൾ കുറയ്ക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ആത്മീയത വെളിപ്പെടുന്നത് എവിടെയാണ്? വെളിപ്പെടേണ്ടത് എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ആത്മീയത വെളിപ്പെടുന്നത് എവിടെയാണ്? വെളിപ്പെടേണ്ടത് എവിടെയാണ്? ഉത്തരം. പൊതുസദസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ചോദിച്ച ഉത്തരം പറയണം. ഉത്തരം: ഒരു മനുഷ്യൻ്റെ ആത്മീയത വെളിപ്പെടേണ്ടത് വീട്ടിലാണ്. സ്തോത്രം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് വെളിപ്പെടുന്നത് പള്ളിയിലാണ്. അതൊന്നുകൊണ്ട് വിശദീകരിക്കാം. പള്ളിക്കകത്ത് വരുമ്പോൾ നമ്മൾ പാടാറുണ്ടല്ലോ, എത്ര ഭംഗിയായിട്ട് നമ്മൾ പാട്ട് പാടുന്നത് ഇല്ലേ? നീങ്ങിപ്പോയി. ആ പാട്ടൊക്കെ മിക്കവാറും ആളുകൾ ഡാൻസ് കളിച്ചോണ്ടാണ് പാടുന്നത്. നീങ്ങിപ്പോയി ഇങ്ങനെ 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 കളിച്ചിട്ടുണ്ട്. ഒരു മോനോട് അവൻ പോയി കണ്ടായിരിക്കുന്നു. നല്ല ഡാൻസായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ ഡാൻസും സോക്സും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ തന്നെയല്ലേ? അവൻ തന്നെ. എന്നാ ഡാൻസോ എന്നാ സോക്സ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡാൻസ് കാണാൻ ഭയങ്കര സ്ഥലമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ചർച്ചിൽ വരുമ്പോൾ നമുക്കുള്ള ആ ഒരു സ്പിരിച്വൽ മൂവ്മെൻറ്റ്, ആ ഒരു റിവൈവൽ സ്റ്റൈൽ, ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ അന്യഭാഷ, ആ ആരാധന, ആ വർഷിപ്പ്, ആ എല്ലാം മറന്നിട്ടുള്ള രീതികൾ. ശ്രദ്ധിക്കൂ, ഈ ആരാധന കഴിഞ്ഞ നാളെ മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനവൻ്റെ വീട്ടിലുള്ളവർ എത്ര പേരുണ്ടെന്നായി ചോദിച്ചത്. സ്വത്രം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും വേണ്ടില്ല. അതില്ലെങ്കിൽ നമുക്കൊരു പേരുണ്ട്, കപട ഭക്തിക്കാരൻ എന്നാണ്. ഇതങ്ങനെ പറയാൻ കാര്യം, നമുക്ക് ഈ കൂട്ടത്തിലെ പാട്ടേ ഒക്കുള്ളൂ. സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും പിള്ളേരൊക്കെ മുമ്പിലിരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞൊക്കെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ അതും വെടിവെച്ച് കൊല്ലുകയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവ് ഏറ്റവും അധികം വെറുത്തത് അവരെയാണ്. ആരെ? കപട ഭക്തിക്കാരെയാണ് വെറുത്തത്. ഒരു മനുഷ്യന് 3 സ്ഥലങ്ങളാണ് 100% ഷെൽട്ടർ, സുരക്ഷിതത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന സ്ഥലങ്ങൾ. 1 അമ്മയുടെ ഗർഭപാത്രം, ആരും ശല്യത്തിന് വരില്ല. 2ാമത്തെ സ്ഥലം പള്ളിയാണ്, നമ്മുടെ ചർച്ചാണ്. ഒരല്പം സമാധാനം എവിടെയുള്ളത്? എവിടെയുള്ളത്? ചർച്ചിലാണ്. അതുകൊണ്ടല്ലേ ഇവിടെ വരുമ്പോഴേ ഉറക്കം തുടങ്ങുന്നേ. ഈ വൈകുന്നേരമൊക്കെ 6 മണിക്ക് ഉറങ്ങുന്ന ഒരേ ഒരു ഗ്രൂപ്പ് ലോകത്തിൽ പെന്തിക്കോസ്തുകാർ. എന്നാ കാര്യം? 6 മണിക്കാണ് യോഗം തുടങ്ങുന്നത്. അതുകൊണ്ടാണ്. നമ്മൾ വീട്ടിലാണെങ്കിൽ എപ്പോഴാണ് ഉറങ്ങുന്നത്? 8 മണി, 9 മണി, 10 മണിക്കാണ്. പക്ഷേ 6 മണിക്ക് ഉറങ്ങുന്ന ഒരേ ഒരു ഗ്രൂപ്പ് ആരാണ്? നമ്മളാ. ഞാനൊരു മടിയും ഒരു അവരെയൊന്നും കളിയാക്കത്തില്ല. കാരണം വെച്ചാൽ ഒരു ചില സമാധാനം അവർക്ക്, ഈ സമാധാനം ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ, ഇല്ലേ? ഞാൻ സമാധാനത്തോടെ. അപ്പം ഇവിടെ വരുമ്പോഴാണ് അവർക്ക് ഈ എല്ലാം തികഞ്ഞൊരു സമാധാനം ഇവിടെ വരുമ്പോഴേ ഉള്ളൂ. അവർ ഈ പാവത്തിൽ നിന്ന് ഉറങ്ങിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഉറങ്ങുന്നൊരു പിറകിലോട്ടൊന്ന് മാറിയിരുന്ന് ഉറങ്ങിയാലും സൗകര്യം ഉണ്ടാവും, അത്രേ ഉള്ളൂ. നമ്മളതിൻ്റെ വലിയൊരു തെറ്റായിട്ടും കുറ്റമായിട്ടും ഞാൻ പറയാറില്ല. ഒരു ചില വീട്ടിലാകുമ്പോൾ ബഹളം ഒച്ചപ്പാട് ഇവിടെ ഉണ്ടോ. അപ്പോൾ പള്ളിയാണ് ഒരു സമാധാനത്തിൻ്റെ സ്ഥലം. 3ാമത്തെ സ്ഥലം അവനവൻ്റെ വീടാണ്. അപ്പോൾ 1ാമത്തെ ഷെൽട്ടർ ഗർഭപാത്രം, അമ്മയുടെ ഗർഭപാത്രം. അത് പണ്ടത്തെ പോലെ ഇപ്പോൾ സുരക്ഷിതമാണെന്നും നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ. പണ്ടത്തെ പോലത്തെ എനിക്കറിയില്ല. അതാണ് ഡോക്ടർ ആമിതൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പം പറയല് പണ്ടത്തെ പോലത്തെ ഒക്കെ. ഇപ്പം എൻ്റെ ഭാര്യയൊക്കെ എന്ന് പറഞ്ഞാൽ പാടത്ത് കൊയ്യാൻ പോയിട്ട് അവിടെ നിന്ന് പ്രസവവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചു. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരോട് വല്ലതും പറഞ്ഞാൽ വല്ലതും നടക്കുന്ന കാര്യം വല്ലതും ആണോ? അങ്ങനെ പ്രസവിച്ചവരൊക്കെ ഇവിടെ ഇരിക്കുന്നില്ലേ? ഉണ്ട്. അന്നത്തെ അമ്മച്ചിമാരെന്തോ പറയുന്നത്? വെള്ളം കോരണം, തുണി അലക്കണം, മുറ്റം അടിക്കണം, പിന്നെ അമ്മിക്കല്ലയിലെ ചമ്മന്തി അരയ്ക്കണം. ഇപ്പം ഇന്നത്തെ പിള്ളേരുണ്ടോ ഇതൊന്നും ചെയ്യരുത്, ഉണ്ടോ? ഇതൊന്നും അനങ്ങരുതെന്നാണ് പറയുന്നത്. അപ്പം അന്നത്തെ പോലെ ഒരു സ്ട്രോങ് അല്ല ഗർഭപാത്രം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഇനി ഞാനതിനെ വിശദീകരിക്കുന്നില്ല. എന്തായാലും വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ 2 വർഷം ഏതാണ്ട് നമുക്കൊരു പണി കിട്ടിയതുപോലെയാണ്. 2 വർഷത്തേക്ക് പിന്നെ അനങ്ങണ്ട. അത് പിന്നെ ചിലവെന്ന് പറഞ്ഞാൽ അപാര ചിലവാണ്. കാരണം പെങ്കൊച്ചു മാത്രമല്ല വരുന്നത്, പുറകെ അതിനെ കെട്ടിയവനും വരും. അതും അടുത്ത കട്ടിൽ കിടക്കും. പിന്നെ അതിനെ കാണാൻ വേണ്ടി അമ്മായും എൻ്റെ പൊന്നോ ഒരു 10 കരി മേടിച്ചാലും സംഗതി അത് പോട്ടെ. നമ്മുടെയൊക്കെ നാടിൻ്റെ ഓരോ രീതികളും കാര്യങ്ങളൊക്കെ അത് വെക്കാം, അതങ്ങോട്ട് പോട്ടെ. അപ്പോൾ 2ാമത്തെ കാര്യം പള്ളി സുരക്ഷിതമാണോ? എനിക്കറിയാമല്ല.
നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ പള്ളികളൊക്കെ പിശാചിൻ്റെ സന്തതിലൊക്കെ ഒരു കത്തിക്കുക, പാശ്ചാത്യ രാജ്യത്തെ പള്ളിയിലൊക്കെ വെടിവെക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പള്ളിയും പട്ടത്ത് സഭയുള്ള പള്ളിയൊക്കെ നമുക്ക് ടോട്ടൽ അറിയാമല്ലോ കാര്യങ്ങൾ, എല്ലാം ബഹളമയമാണ് മൊത്തത്തിൽ. അപ്പം സുരക്ഷിതത്വം 100% അവകാശപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി മൂന്നാമത്തെ സ്ഥലത്തേക്ക് വരാം. മൂന്നാമത്തെ സ്ഥലം നമ്മുടെ വീടാണ്. എൻ്റെ പ്രത്യേകത മനസ്സിലായോ? 2.5 വർഷമായിട്ട് കോവിഡ് കാരണം പള്ളികളൊക്കെ അടയ്ക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ ആത്മീയത്തിന് എന്ത് ചെയ്യും? തലയെ കൈവയ്ക്കാൻ പാസ്റ്ററില്ല, പ്രവാചകനില്ല, വചനം പ്രബോധിപ്പിക്കാൻ മൂപ്പന്മാരില്ല, മ്യൂസിക് ടീമില്ല, ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതാ പറഞ്ഞത്, ഏതെല്ലാം സംഭവങ്ങൾ കൊണ്ട് എന്തെല്ലാം അരങ്ങേറിയാലും അവനവൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട എന്നൊരു നിയമം ഒരു കാലത്തും ഒരു രാജ്യത്തും വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ കാലത്തും ആത്മീയത്തിൻ്റെ അസ്ഥിവാരം ഉറപ്പിക്കേണ്ടത് ആലയത്തിനകത്തല്ല, അവനവൻ്റെ വീട്ടിലാണ്. സ്തോത്രം. അപ്പം വീട്ടിൽ ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ ചർച്ചിലേക്ക് വരുമ്പം പിന്നെ നമ്മൾ അവരെ അങ്ങോട്ട് ഒരാൾ പറഞ്ഞ പോലെ ഒരാൾ നന്നായിട്ട് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. പുള്ളി പെട്ടെന്ന് മാറിച്ചു പറയുക, പിന്നെ വിളിക്കുക, ഞാനൊന്ന് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചിനകത്ത് പിന്നെ ഈ മൂപ്പിക്കലൊക്കെ വരുന്നതിൻ്റെ കാര്യം എന്താ? സ്വത്രം പറ, ഹല്ലേലൂയ പറ, കൈ കൊടുത്തിട്ട് സ്വത്തം പറ, അങ്ങനൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. ഞാൻ പറയുന്നത് അംഗൻവാടി ഒന്നും ഇല്ലെന്നേ, ഇത് ആത്മീയരുടെ സദസ്സാണ്. അപ്പോൾ ഓർത്തിരുന്നോളാം, വീട്ടിനകത്ത് ഇതൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് പിന്നെ കൊയർ അവര് മൂപ്പിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂവത്തിന്റെ കനല് കൂട്ടിമുട്ടുന്ന പോലെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, വീട്ടിനകത്തുള്ള ആത്മീകമാണ് പെന്തക്കോസ്തിന്റെ ആരംഭകാലത്തെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വീട്ടിനകത്ത് യോഗം നടത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ പഴയ കാലത്തിലേക്ക് പോകാം. സഭായോഗത്തിനിടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. എന്താണ്? വ്യാഴാഴ്ച തന്നെ ആളുടെ കൂട്ടിൽ കുടുംബയോഗം. ഇപ്പം ഞാൻ 25 വർഷം 10 സഭയിൽ പാസ്സായിരുന്നു. എൻ്റെ പൊന്നോ ലേലം വിളിച്ച മടുത്ത്. കുടുംബയോഗത്തിന്റെ കാര്യം പറയുമ്പോൾ വ്യാഴാഴ്ച ദിവസം സെക്രട്ടറി പോയോ? സെക്രട്ടറി ഞാൻ പറഞ്ഞ പോലെ വ്യാഴാഴ്ച മത്താച്ചേട്ടൻ്റെ കുടുംബയോഗം. മത്താച്ചേട്ടൻ വേണ്ടാന്ന്. എന്നാൽ പിന്നെ അടുത്ത ആഴ്ചയിൽ അന്നമ്മച്ചെടുത്തി അനീതിൻ്റെ വീട്ടിൽ പോവുക, അവിടെ വേണ്ട. എന്നാൽ പിന്നെ അടുത്ത ആൾ പിന്നെ രാസറേട്ടൻ, അതിപ്പോൾ 2 മാസം കഴിഞ്ഞ് വരുന്ന യോഗമല്ലേ പാസേ, പിള്ളേരോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ. അപ്പോൾ പിന്നെ എവിടെ നടത്തുന്നത്? 1 തരം 2 തരം 3 തരം എവിടെ? സഭാഹാളിൽ. നമ്മുടെ നാട്ടിലത്തെ രീതിയാണ് പറയുന്നത്. വീട്ടിനകത്ത് സൗകര്യമില്ലാത്തുള്ളൂ. ഇപ്പം സഭായോഗം അവിടെ സഭാഹാളിൽ. ചില പാസ്റ്റർമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ബാക്കി വരുന്ന പപ്സ് എല്ലാം പാസ്റ്റർ കൊടുത്തേച്ചു പോകും. അതാ പുള്ളി അത് വീട്ടിനകത്തോട്ട് കയറ്റി വെച്ചിരിക്കുക, എല്ലാം കൂടെ കയറ്റി വെച്ചു. ഇതൊക്കെ കയറ്റി വെക്കാൻ കൊള്ളുന്ന സാധനം വല്ലതുമാണോ? ഒരു കാര്യം ഓർക്കണം, എൻ്റെ അപ്പൻ്റെ പെങ്ങൾ ആദ്യം പെന്തക്കോസിൽ വന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ പാണൻകുഴി പുതുമന. വീടിൻ്റെ മുറ്റം ചാണകം കൊണ്ട് മെഴുകുമ്പോൾ നാട്ടുകാർ ചോദിക്കും, അന്നമ്മച്ചെടുത്തി അടുത്ത വ്യാഴാഴ്ച കുടുംബയോഗമുണ്ട് ഇല്ലേ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അന്നത്തെ കുടുംബയോഗമാണ് ഇന്നത്തൊക്കെ അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ആരെങ്കിലും ബഹറിൽ വന്നിരുന്ന് ഇത്ര സൗകര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾക്കകത്തൊക്കെ പിതാക്കന്മാർ കുടുംബത്തിനകത്ത് കൈകൊട്ടി പാടുകയും നാട്ടുകാരുടെ മുൻപാകെ ഞങ്ങൾ ദൈവമക്കളാണെന്ന് സാക്ഷ്യം പുലർത്തുകയും ചെയ്തതിൻ്റെ അനന്തര ഫലമാണ് ഇന്നത്തെ AC ഹോൾ എന്ന് വിശ്വസിക്കുന്നത് എത്ര ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ആ കരം ഒന്ന് ചേർത്തടിച്ച് പിതാക്കന്മാരുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ ഓർത്ത് ഇന്ന് പകലുന്ന ദൈവത്തെ സ്തുതിക്കാതെ എത്ര ദൈവമക്കൾ തയ്യാറാകുമെന്ന ചോദ്യം. അന്നൊക്കെ ഒറ്റ മുറിയേ ഉള്ളൂ പല വീടിനും. എൻ്റെ വീടിനും ഒരു മുറിയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാ കുടുംബമെന്നറിയാമോ? ഈ ബെഞ്ചും കട്ടിലും പിന്നെന്തൊട്ട കൊരണ്ടി പലകയും സ്റ്റൂളും എല്ലാം എടുത്ത് പുറത്തോട്ടെടുത്തിടും. അപ്പോൾ അതിനകത്താണ് സഹോദരന്മാരിരിക്കുന്നത്. അപ്പോൾ പെണ്ണുങ്ങളെവിടെ ഇരിക്കുന്നത്? അകത്ത്. പണ്ടൊരമ്മച്ചി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഈ അന്നൊക്കെ ഈ അലൂമിനിയം കലമല്ലേ, അലൂമിനിയം കലമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് എടുത്തിടും. അതൊക്കെ ചളങ്ങിപ്പോവും. മിക്കവാറും കലം ഇരിക്കുന്ന 8 കനട് അവിടുത്തെ പെട്ടതുപോലെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ കലം പെണ്ണുങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഒരു വലിയ കലം, അതിൻ്റെ മുകളിൽ ചെറിയ കലം, അതിൻ്റെ മുകളിൽ ചെറിയ കലം, ഒരു മൊന്ത, അതൊക്കെ അമർത്തിയിട്ട് ഒരു വെള്ളത്തുണി ഇട്ട് വെച്ചായിരുന്നു. എൻ്റെ പൊന്നെ, അവിടെ വന്നിരുന്ന സഹോദരിമാരുടെ തലയിലും വെള്ളത്തുണി. അന്ന് വന്നതാകട്ടെ ഒരു പ്രവാചകനും. അവർക്കാണെങ്കിൽ ഫുൾപ്പെറ്റയിൽ ശുശ്രൂഷ തീരൂ. ഇതങ്ങോട്ട് കഴിച്ചും പുറത്തോട്ടങ്ങോട്ട് ഇറങ്ങി ഇവരെ തലയെ കൈ വെച്ച് വന്നപ്പോൾ ഈ മൊന്തയുടെ തലയിലും കൈ വെച്ചെന്നാ പറയും. ബാക്കി കൂടെ ഞാൻ പറയുന്നില്ല, പറഞ്ഞാലും കുഴപ്പമില്ല. പുള്ളി പതൊക്കെ നോക്കിയപ്പോൾ ഈ അടിയിലത്തെ കാലം വലുതായിട്ട് കണ്ടപ്പം 6ാമത്തെ മാസം ആൺകുട്ടിയായിരിക്കും എന്നും കൂടെ പറഞ്ഞ് വെച്ചാൽ നിർത്തിയതാണ് ഞാൻ കേട്ടിട്ടുള്ളത് പണ്ടത്തെ.
അങ്ങനെ നാണം കെട്ടൊരു വീട്ടിനകത്ത് യോഗം നടത്താൻ സൗകര്യമില്ലാത്ത കാലത്തും യോഗങ്ങൾ നടന്നിരുന്നു എന്നായി പറഞ്ഞതിനർത്ഥം ആ അനുഗ്രഹമേ ഉള്ളന്നേ നമുക്ക്. സ്വോത്രം സ്വോത്രം. വീട്ടിൽ ചെന്ന് കിടക്കുമ്പോൾ അവിടുന്ന് വീട്ടുകാരൻ പറയാ, എടി ഈ പുള്ളി ഭയങ്കര പ്രസംഗാന, എന്നെ കുറിച്ചാ യൂട്യൂബിലും ഇഷ്ടം, ഞാൻ അടിച്ചു നോക്കുമ്പോൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് രാവിലെ ഒരു കുടുംബ പ്രാർത്ഥന നടത്താമെന്ന്. ഞാൻ ചെന്ന് കിടക്കണാറിനെ. അപ്പോൾ രാവിലെ എന്നെ വിളിച്ചു, ഞാനും ചെന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ പാട്ടുപാട്. ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ രാവിലെ മനമേ പക്ഷി അറിയാമോ? മനമേ പക്ഷി. അപ്പോൾ ഞാൻ പറഞ്ഞു, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ. ഉടനെ പുള്ളി തുപ്പലം തൊട്ട് പാട്ടവും മറിക്കുക. ചിലക്കൊരു പണിയാ, പാട്ട് തുടങ്ങും പോലെ തീരുന്നവരെ ഈ തുപ്പലം തേക്കല പണി. ഒരു 250 ഗ്രാം തുപ്പലം തേച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ആ പാട്ട് ഇതിനകത്തില്ല, തേച്ചത് മിച്ചം. പിന്നെ അടുത്ത പാട്ടെടുത്തു. ഞാനാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് പാടില്ല, ഒരു പാടുന്നിരുന്ന് ഞാനിരിക്കുക. അപ്പം ഞാൻ തേൻമൊഴി പുള്ളി എടുക്കുന്നില്ല. അപ്പം പുള്ളിയുടെ കൊച്ചൻ എന്നോട് ചോദിക്കുക, അങ്കിൾ ഇത് പുതിയ പാട്ടാണോ എന്ന്. മനസ്സിലായി ആ പാട്ട് ഇന്ന് വരെ അവിടെ. അതല്ലേ പിള്ളവായിൽ കള്ളം വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, നിങ്ങളുടെ പിള്ളേർക്കറിയാമോ ഈ പാട്ട്? അതുപോട്ടെ, നിങ്ങൾക്കറിയാമോ ഈ പിള്ളേരെ ഓട്ടത്ത് നിങ്ങൾ നേരം വെളുത്തൊക്കൊന്ന് നിങ്ങൾക്കറിയാമോ ഈ പാട്ട്? സ്വോത്രം. എവിടേക്കാ നമ്മൾ പോകുന്നത്? ചിന്തിക്ക്. നമുക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടേക്കാ പോകുന്നത്? അടിസ്ഥാനപരമായി ഒരു കൗമാ ചൊല്ലാതെ കഞ്ഞി പോലും കിട്ടാത്ത ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. മടങ്ങി വരണം ദൈവമക്കളെ. എന്തെല്ലാം എവിടെയെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, പക്ഷിയെപ്പോലെ ചിറകുവിടർത്തി നമ്മൾ നക്ഷത്രങ്ങൾക്കിടയിൽ ആ കൂട് വെച്ചെന്ന് പറഞ്ഞാലും, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട സമയത്ത് പകർന്നു കൊടുക്കേണ്ട ആത്മീക പാഠങ്ങൾ മറന്നു പോകരുത് എന്ന് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്. രേഖ എഴുതിയവൻ അരമനയ്ക്കകത്താ. പക്ഷെ ആ രേഖ അഴിക്കാൻ കഴിയണമെങ്കിൽ രാജാവാണ് രേഖ എഴുതിയത്. രാജാവ് എഴുതിയ രേഖയെ പൊട്ടിക്കാൻ കഴിയണമെങ്കിൽ, അഴിക്കാൻ കഴിയണമെങ്കിൽ രാജാവിന് മീതെ അധികാരമുള്ളവൻ വേണം. രാജാവാണ് അരമനയ്ക്കകത്ത്, അവനാണ് എഴുതിയത്. പക്ഷേ എൻ്റെ മുറിക്കകത്ത് വരുന്ന രാജാവല്ല, അവൻ രാജാതിരാജാവാണ്. ഇന്ന് പകൽ ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, എനിക്കെതിരെ എന്തെല്ലാം രേഖയുണ്ടായാലും അത് അഴിക്കാൻ കഴിയുന്ന രാജാതിരാജാവ് എൻ്റെ വീട്ടിനകത്ത് ഞാനുമായി കൂട്ടായ്മയിൽ ഉണ്ട് എന്ന് ധൈര്യം പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? കരമുയർത്തി ഇന്ന് പകൽ ഈ ദൈവത്തെ സ്തുതിക്കണം നമ്മൾ. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്ന രണ്ടാമത്തെ ഭാഗം, കിളിവാതിൽ തുറന്നു. അങ്ങനല്ലേ? എന്തിനാ കിളിവാതിൽ തുറക്കുന്നത് അറിയാമോ? 1 രാജാക്കന്മാർ 8-ാം അധ്യായം 46 മുതൽ വായിക്കേണ്ട, ചുമ്മാ കുറിച്ച് ചമതി പറയാം. അവിടെ ഈ ശലോമോൻ ദേവാലയം പണിതു. ശലോമോൻ ദേവാലയം പണിതിന് ശേഷമായിട്ട് ആലയത്തിനകത്ത് മുട്ടുമടക്കി കൈകൾ മലർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ രൂപം ഇതാണ്: ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നോട് പാപം ചെയ്താൽ, പാപം ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ, പാപം ചെയ്താൽ നീ അവരെ ബദ്ധരായി അന്യനാട്ടിലേക്ക് അടിമകളായി കൊണ്ടുപോകും. വാക്യം അതുപോലെ പറയുകയല്ല, ഏകദേശം. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ, അതാണ് നമ്മുടെ വിഷയം. ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ അവരെ ഏത് ദേശത്താണോ കിടക്കുന്നത് അവിടെ അവർക്ക് സൗഖ്യം നൽകണം, മഞ്ഞ് മഴ അയക്കണം, ദേശത്ത് വിടുവിക്കണം, രാജാക്കന്മാരുടെ മനസ്സലിയണം, അവരെ കൊണ്ടുവരണം. ഇതൊക്കെയാണ് പ്രാർത്ഥനാ വിഷയം. ഈ ആപ്ലിക്കേഷൻ സ്വീകരിച്ചതിൻ്റെ തെളിവാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ദൈവം അത് സ്വീകരിച്ചു എന്നർത്ഥം. നമുക്കിനി എൻ്റെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഈ കിളിവാതിൽ എങ്ങോട്ടാണ് തുറന്നത്? എന്തായിരുന്നു തുറന്നതിൻ്റെ അർത്ഥം? ദൈവമേ, ഒരു വാഗ്ദത്തമുണ്ട്. എന്താ? ഏത് നാട്ടിൽ പോയാലും യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നീ ആ പ്രാർത്ഥന കേൾക്കും എന്ന വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തങ്ങളുടെ നേരെയാണ് ദാനിയേൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ദൂത് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് കാലം എത്ര കഴിഞ്ഞാലും വാഗ്ദത്തങ്ങളുടെ നേരെയുള്ള വാതിൽ ഒരു കാലത്തും അടയ്ക്കരുത്.
20 വർഷമായിട്ടുണ്ടാവും പ്രാർത്ഥന ആരംഭിച്ചിട്ട്, 30 വർഷമായിട്ടുണ്ടാവും പ്രാർത്ഥന ആരംഭിച്ചിട്ട്. മനസ്സ് പലവട്ടം പറഞ്ഞു, ഇനി അത് പ്രാർത്ഥിക്കണ്ട, തരുന്നെങ്കിൽ തരട്ടെ, ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ, തരുമ്പം മേടിച്ചോളാം, പരാതിയൊന്നും പറയുന്നില്ല. പ്രാർത്ഥനയുടെ പായയിൽ നിന്ന് ഷോക്കേസിലേക്കും മറവിയിൽ നിന്ന് മാറാപ്പിലേക്കും കെട്ടിവെച്ച് സ്വസ്ഥമായി ഞെരങ്ങിപ്പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നോട് പറഞ്ഞത് ഒരു പ്രവാചകനായിരിക്കാം, ദൂതായിരിക്കാം, സ്വപ്നത്തിലെ സന്ദേശമാകാം, വരികൾക്കിടയിൽ കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന മർമ്മമാകാം, രാത്രിയിൽ ആരും അറിയാത്തതിൻ്റെ ചെവിയിൽ ദൈവം മന്ത്രിച്ചതാകാം. പക്ഷേ യഹോവയാണ് കൽപ്പിച്ചതെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അവനാണ് പറഞ്ഞതെങ്കിൽ അത് നടന്നിരിക്കും. 75-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞ അബ്രഹാം കീബോർഡിന്റെ 8-ാമത്തെ കട്ടയിൽ പിടിക്കാതെ, ടാമറിൻ ഇല്ലാതെ, കിലുക്കട്ടമില്ലാതെ, ആമേൻ പറയാൻ ആളില്ലാതെ മുട്ടുകുത്തി ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ ദൈവം തമ്പുരാൻ മമ്രതോപ്പിൽ ഇറങ്ങി വന്നിട്ട് പോലും 24 കൊല്ലം കഴിഞ്ഞാണ് വാഗ്ദത്തം നിവർത്തിച്ചതെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനയിൽ മടുപ്പ് കാണിക്കരുത്. കാലം എത്ര കഴിഞ്ഞാലും 2,00,000-2,000-ത്തിലധികം ദൈവദാസന്മാർ കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മരണപ്പെട്ടിട്ടും മരിക്കാതെ എന്നെയും നിങ്ങളെയും വകഞ്ഞു മാറ്റി, തടുത്തു മാറ്റി, മാറ്റി നിർത്തി ഇന്ന് പകൽ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടെ ഇനിയും ചെയ്തെടുക്കാനുണ്ട് എന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇന്ന് പകൽ? 3 പേരുടെ മുമ്പിൽ വാതിലടയില്ല. അതും കൂടെ പറഞ്ഞേക്കാം. വാതിലിൻ്റെ കുറ്റി, കൊളുത്ത്, സാക്ഷ, പൂട്ട്, താഴ്, താക്കോല് 3 പേരുടെ മുമ്പിൽ അടയുകയില്ല. 1, കർത്താവിൻ്റെ മുമ്പിൽ വാതിലടച്ചിട്ട് കാര്യമില്ല, അവൻ തുറക്കും. സ്വത്രം പറഞ്ഞില്ലേലും കുഴപ്പമില്ല. 2, ദൂതൻ്റെ മുമ്പിൽ വാതിലടച്ചിട്ട് കാര്യമില്ല, അവനും തുറക്കും. സ്വത്രം. 2 പറഞ്ഞിട്ടും പുഴുങ്ങിയ പുട്ട് കുറ്റിക്കകത്തിരിക്കുന്ന പോലെ എന്നെ നോക്കുന്നു. തള്ളണോ കൊള്ളണോ? എന്നാൽ പിന്നെ 3-ാമത്തേത്, ആരാധിക്കുന്നവൻ്റെ മുൻപിലും വാതിലടച്ചിട്ട കാര്യമില്ല, തുറന്നിരിക്കും. 1-ാമത്തേത്, യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടു, ദൈവശാസ്ത്ര വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ആ കല്ലറയൊക്കെ തുറന്ന്, അത് ദൈവശാസ്ത്രം, കടക്കുന്നില്ല. അടുത്ത ഭാഗം, ശിഷ്യന്മാർ കതക് അടച്ചിരിക്കുമ്പോൾ 2 സ്ഥലത്താണ് അവൻ എവിടെ പ്രത്യക്ഷനായി? അകത്തു പ്രത്യക്ഷനായി. അപ്പം യേശുവിന് എന്ത് പ്രശ്നമല്ല? വാതിൽ പ്രശ്നമല്ല, കുറ്റിയും താഴൊന്നും പ്രശ്നമല്ല. 2, ദൂതൻ്റെ വാതിൽ പ്രശ്നമല്ല. രാജാവ് ചോദിക്കുക, ദാനിയേലേ, നീ സേവിക്കുന്ന ദൈവം തന്നെ വിടുവിച്ചോ? അപ്പം ദാനിയേൽ പറയാം, കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ വന്നു, സിംഹത്തിൻ്റെ വായി, ഒരു സിംഹത്തിൻ്റെ അല്ല കേട്ടോ, കൃഷികളും അവയുടെ എന്നാണ്, അവയുടെ, സിംഹങ്ങളുടെ ബഹുവചന, ഒരെണ്ണത്തിൻ്റെ അല്ല, മൊത്തം അടച്ചു, ലൈനായിട്ട് നിന്ന് അടച്ചു കളഞ്ഞു. എങ്ങനെ അടച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? മാങ്ങ പറിക്കുന്ന തോട്ടിക്കോലുകൊണ്ട് ഇരുമ്പഴിയിൽ കൂടെ ഇങ്ങനെ സിംഹം വാ പിടന്നപ്പം കുത്തി അടച്ചു എന്നാണോ മനസ്സിലാക്കണ്ടേ? അത് ഒരു സിംഹത്തിനല്ലേ പറ്റുള്ളൂ, ഇത് കണ്ടമാനം ഉണ്ടെന്നേ. അപ്പോൾ അടയ്ക്കാൻ പറ്റുമോ? അപ്പം ദൂതനെ കണ്ടപ്പോൾ എന്താ സിംഹങ്ങൾ വാ തുറക്കാതിൻ്റെ കാര്യം എന്താ? ഒറ്റ വാളുമായി ഒരു പടക്കളത്തിൽ ഇറങ്ങിയാൽ 1,00,000-ത്തിലധികം ആളുകളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കീറാൻ കഴിയുന്ന ദൂതനെ അകത്തി വന്നിരിക്കുന്നേ. വാ തുറക്കുമോ? പിന്നെ വാ തുറക്കുമോ? നോക്കിക്കേ, പ്രമാണികൾക്ക് നടുവിൽ കിടന്നുറങ്ങുന്ന പത്രോച്ചായന്റെ കയ്യിൽ ദൂതൻ പിടിച്ചപ്പോൾ 1-ാമത്തെ കാവൽ കിടന്നു, 2-ാമത്തെ കാവൽ കിടന്നു. പട്ടണവാതിക്കൽ എത്തിയപ്പോൾ ഇരുമ്പ് ഗേറ്റ് സ്വതവേ തുറന്നു. ഓർക്കം തൂങ്ങി നടക്കുന്ന പത്രോസിനെ കണ്ടപ്പോഴാണോ വാതിൽ തുറന്നേ? അല്ല, ദൂതനെ കണ്ടപ്പോഴാണ് തുറന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഇന്ന് രാത്രി നമുക്കെത്ര ദൂതനുണ്ട്? ആരോട് ചോദിക്കുക? നമുക്കെത്ര ഉണ്ട്? നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരോട്, ബഹുവചനം. അടുത്തത്, അവർ നിന്നെ. അപ്പൊ 1-ൽ കൂടുതലില്ലേ? നമുക്ക് 1-ൽ കൂടുതൽ ദൂതന്മാരില്ലേ? ഈ ദൂതന്മാർ നിർത്തിയിരിക്കുന്ന നമ്മളാരാ? VIP ആണോ RIP ആണോ? നമ്മളാരാ? ഈ ഒരു സെക്യൂരിറ്റിക്ക് കാശ് എത്ര കൊടുക്കണം? 2 സെക്യൂരിറ്റിയെ നിർത്തി നമ്മളെയൊക്കെ കൊണ്ടുകിടക്കാൻ നമ്മൾ ആരാണെന്ന്? നാട്ടിൽ വരുമ്പോൾ ഈ രാത്രി തട്ടുകട കണ്ടിട്ടില്ലേ? തട്ടുകടയ്ക്ക് ആരെങ്കിലും സെക്യൂരിറ്റി നിർത്താറുണ്ടോ? തട്ടുകടയ്ക്ക് ആരും സെക്യൂരിറ്റി ഉണ്ടോ? ഇല്ല. അതാർക്ക് ഉരുട്ടി കൊണ്ടുപോകാം. എവിടാ സെക്യൂരിറ്റി നിൽക്കുന്നത്? വലിയ ATM-ന്റെ മുമ്പിലും വലിയ ബാങ്കിന്റെ മുമ്പിലും ജുവല്ലറിക്ക് മുമ്പിലാണെന്ന്. എനിക്കും നിങ്ങൾക്കും വലത്തും ഇടത്തും ദൂതന്മാർ നിർത്തണമെങ്കിൽ നമ്മൾ ദൈവത്തിന് വിലയേറിയവരും മാന്യരുമാണെന്നൊരു മഹത്വം അതിനകത്ത് കിടക്കുന്നില്ലേ? സ്തോത്രം.
ദൂതനെ കണ്ടാലും വാതിൽ തുറക്കും. ഇന്ന് പകൽ നമ്മുടെ കൂടെ ദൂതനുണ്ടെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നടന്നു പോകുന്ന പല വാതിലുകളും തുറക്കപ്പെടുമെന്നും കൂടെ നമ്മൾ വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം, ഏറ്റുപിടിച്ച് ദൈവത്തെ ആരാധിച്ചോ. ഒരു മിനിറ്റ്. ആരാധിക്കുന്നവന്റെ മുമ്പിലും അടഞ്ഞു കിടക്കില്ല ചില വാതിലുകൾ. പാതിരാത്രിയിൽ കയ്യും കാലും ആമത്തിലിട്ട് പൂട്ടിക്കിടക്കുന്ന പൗലോസിനും ശീലാസിനും ഒക്കെ വായിലും അവന്റെ അന്തരാത്മാവിലും ബന്ധനമില്ലല്ലോ. അവൻ പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. ശ്രദ്ധിക്കൂ, ഇവിടെ ഈ കാരാഗ്രഹത്തിന്റെ പൂട്ട് തുറന്നു. അതൊരു സത്യം. ഈ പൂട്ട് തുറന്നാൽ പോരെ ഇവർക്ക് ഓടിപ്പോകാൻ. ഇവര് പോകാൻ വേണ്ടി പൂട്ട് തുറന്നാൽ മതി. പക്ഷേ തമ്പുരാൻ അവിടെ ചെയ്ത കാര്യം കേൾക്കണോ? ഇവർ ഓടിപ്പോയില്ലല്ലോ. ഇവരുടെ ആവശ്യം എന്നാണെന്നറിയാമോ? ഇവരുടെ ആവശ്യം ഈ പൂട്ട് തുറക്കാനല്ല. ഗോദ്രേജിന്റെ പൂട്ട് ഇടത്തോട്ട് തിരിച്ച് താക്കോൽ കൈവശം വെച്ച് കസേരയിൽ നിന്ന് ഉറങ്ങുന്ന ഈ കാരാഗ്രഹ പ്രമാണി ഇവിടെ ആരാധന കണ്ടിട്ടും അവൻ്റെ ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്നിട്ടില്ല. അവർ യേശുവിനെ വിശ്വസിച്ചിട്ടില്ല. ഹൃദയത്തിൻ്റെ പൂട്ട് തുറക്കണമെങ്കിൽ കസേര ഒന്ന് കുലുങ്ങണം. കസേര കുലുങ്ങണമെങ്കിൽ കാരാഗ്രഹം കുലുങ്ങണം. കാരാഗ്രഹം കുലുങ്ങണമെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്നവൻ ആരാധിക്കണം. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാനൊന്ന് കൈയടിക്കുമ്പോൾ ചില പൂട്ടുകൾ തുറക്കപ്പെടുമെന്ന്. ഞാനൊന്ന് ആരാധിച്ചാൽ ഇതുവരെ തുറന്നു വരാത്ത മേഖലകൾ തുറന്നു വരുമെന്ന് അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഒരു മിനിറ്റ് സമയം തരാം. ഒന്ന് കരമടിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. നാളുകളായി നിന്റെ കയ്യിൽ വരാത്ത നന്മകൾ, നീതിമാന്റെ അവകാശത്തിന് മേൽ ചെങ്കോൽ ഇരിക്കത്തില്ലെങ്കിൽ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിയുന്ന, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാൻ കഴിയുന്ന, ഇരുമ്പിന്റെ ഓടാമ്പലിനെ പകർക്കുവാൻ കഴിയുന്ന, താമ്രത്തിന്റെ കതലെ ഉടയ്ക്കുവാൻ കഴിയുന്ന, മരണത്തിനെയും പാതാളത്തിനെയും താക്കോൽ കൈവശമുള്ളവൾ ഇന്ന് പകൽ നിങ്ങൾ ആരാധിക്കുന്ന സമയത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പിന്റെ ഓടാമ്പലുകൾ ഇന്ന് പകൽ തകരപ്പെടുകയോ. ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ചേ പ്രിയപ്പെട്ടവരെ. ശക്തിയോടെ രോഗത്തിന്റെ ബന്ധനം അറിയട്ടെന്ന് 10 ലക്ഷം രൂപയുടെ ബില്ല് മാറുന്നതിനേക്കാൾ ഒരു മിനിറ്റ് കരമടിച്ചോൾ എന്റെ ദൈവം സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന, അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ ശക്തി. കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള ആരാധന. വാതിലടക്കണ്ടായിട്ടോ. ആസ്ക്, സീക്ക്, നോക്ക്. വീണ്ടും വരും. അതിൻ്റെ അർത്ഥം യാചിപ്പിന്നല്ല, യാചിച്ചുകൊണ്ടേയിരിപ്പിന്ന. മുട്ടുവിന്നല്ല, മുട്ടിക്കൊണ്ടേയിരിപ്പിന്ന. അന്വേഷിപ്പിന്നല്ല, അന്വേഷിച്ചുകൊണ്ടേയിരിപ്പിന്ന. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞു നിർത്തട്ടെ. അന്വേഷിച്ചുകൊണ്ടേയിരുന്നാൽ, മുട്ടിക്കൊണ്ടേയിരുന്നാൽ, യാചിച്ചുകൊണ്ടേയിരുന്നാൽ 24 കൊല്ലം കഴിഞ്ഞ് അബ്രഹാം യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടാരവാതിക്കൽ ദൂതൻ പ്രത്യക്ഷനായതുപോലെ പ്രാർത്ഥനയിൽ മടുത്തുപോകാത്ത നിന്റെ കൂടാരവാതിക്കൽ ദൈവം മറുപടിയുമായി വരുന്നൊരു ദിവസം വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. 1, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. 2, കിളിവാതിൽ തുറന്നിട്ടുണ്ടുള്ള പ്രാർത്ഥന. 3, മുൻപേ. എന്നെ രസകരമാണല്ലേ. മുൻപേ നമ്മളെപ്പോഴാ പ്രാർത്ഥിക്കുന്നേ ഉപവസിക്കുന്നേന്ന്? ഈ പന്നി എപ്പോഴാ മേലോട്ട് നോക്കുന്നേ? വെടികൊള്ളുമ്പോഴാ നമ്മളെപ്പോഴാ മേലോട്ട് നോക്കുന്നേ? പക്ഷേ ഒരു 3 ദിവസം വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ കൊള്ളാവുന്നുണ്ട്. എന്തോ കെടുതിയുണ്ട്. അതാ എന്നാ വിഷയം എന്നാ പാസ് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇന്നതാ വിഷയം. മനസ്സിലായോ? അപ്പം നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? വിഷയം വരുമ്പോഴാ. നമുക്ക് വചനം വല്ലതും നിശ്ചയം ഉണ്ടായിട്ടാണ് നീ പറയുന്നത്. ഈ മംഗലാപുരത്തൊരു ന്യൂവിൻ്റെ ചർച്ച ഉണ്ട്. ഞാൻ 10-12 കൊല്ലമായി പ്രസംഗിക്കാൻ പോകുന്നു. അവിടെ ഒരിക്കൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരച്ചായൻ പറഞ്ഞു 3 ദിവസം വീട്ടിൽ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എല്ലാവരും വന്നിരിക്കുക, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. അവിടെ മംഗലാപുരം 90 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ചോദിച്ചു, അച്ഛാ എന്നതാ വിഷയം? ഒരു വിഷയമില്ല പാസ്റ്ററെ. കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് രഹസ്യത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ വേണം, എനിക്ക് കഴിക്കാൻ കുഴപ്പമില്ല. കഴിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ വിഷയം എന്നാ? ഒരു വിഷയമില്ല പാസ്റ്ററെ.
ഷർട്ട് അയൺ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വിഷയമുണ്ടോ, ഒന്ന് കയറ്റിയിട്ട് പ്രസംഗിക്കാനാ. അപ്പോൾ പുള്ളി പറയാ, പാസ്റ്റർ ഇപ്പം 3 പ്രാവശ്യമായാലും ചോദിക്കും, എന്നാ വിഷയം? എനിക്കൊരു വിഷയമില്ല പാസ്റ്ററെ, ഒരപേക്ഷയുള്ളൂ, എനിക്കൊരു വിഷയമില്ലാത്തതുകൊണ്ട് പോകാൻ നേരത്തൊരു വിഷയം ഉണ്ടാക്കിയേച്ച് പോകരുതെന്ന്. എൻ്റെ ദൈവമേ, അന്നത്തോടുകൂടി ആ ചോദ്യം ഞാൻ നിർത്തി ജോസേട്ടാ. ഇപ്പം എവിടെ ചെന്നാലും ഒരു വിഷയം ചോദിക്കില്ല, കയ്യിലുള്ളത് പ്രസംഗിക്കാൻ പോകും, അത്രയേ ഉള്ളൂ. എന്നാലും എൻ്റെ ആ ഒരു ചിന്ത മാറിയില്ല. ഞാനെല്ലാം കഴിഞ്ഞ് തിരിച്ചെന്നെ പുള്ളി മംഗലാപുരത്തെ കൊണ്ടുവന്നാക്കാൻ ഞാൻ ചോദിച്ചു, അച്ഛാ എൻ്റെതായിരുന്നു വിഷയം, അറിയണമല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. അപ്പം പുള്ളി പറയുക, എന്നതാ പാസ്റ്റർ എന്നതാ ഈ വിഷയം? എന്നാ ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഇവിടെ വന്ന പാസ്റ്റർമാരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഉപവാസമാണ്. ഞാൻ നാളെ ഭാര്യയോട് പറഞ്ഞു, ഇടി ഭാര്യയെ, ഈ പാസ്റ്റർമാരുടെയൊക്കെ ജീവിത കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലേക്ക് കാണുന്നല്ലോ, കുറേ അങ്ങനെ പോയി ഇങ്ങനെ പോയി, കുറ്റവും കുറവുകളും ബാക്കിയൊക്കെ അറിയാമല്ലോ, നമുക്ക് പാസ്റ്റർക്ക് വേണ്ടി ഒന്ന് ഉപവസിച്ചാലോ? അത് നല്ല കാര്യമാണല്ലോ. പുള്ളി 3 ദിവസം ഉപവസിച്ചത് അവിടുത്തെ പാസ്റ്റർക്ക് വേണ്ടിയാണ്. കണ്ടോ, ഇടി വെട്ടിയത് പോലെ ഇരിക്കുന്നുണ്ടോ? 10-40 കൊല്ലമായില്ലേ ജോയി പാസ്റ്റർ ഇവിടുത്തെ പാസ്റ്റായിട്ട്. നമ്മൾ പാസ്റ്റർക്ക് ഒരു ആരോഗ്യം ഉണ്ടാകാൻ, പാസ്റ്റർക്ക് ശിശു ഉണ്ടാകാൻ, പാസ്റ്റർ കൃപാവുന്ന പാസ്റ്ററിന്റെ ആത്മീയത്തിന് വേണ്ടിയാണ് ആ സഭ 3 ദിവസം ഉപവസിച്ചെന്ന്. അടുത്ത കാലത്ത് ഒരു ആത്മീയനെ കാണുന്ന സ്വത്രം മുമ്പേ ആ വാക്ക് നോക്കി, കിളിവാതിൽ തുറന്നു എന്നാണോ തുറന്നിരുന്നു എന്നാണോ? എല്ലാം അവിടെ ഉണ്ടല്ലോ. അപ്പം എപ്പോഴാണ് തുറന്നേ? നേരത്തെ തുറന്ന് കിടക്കുക. നമ്മളെപ്പോഴാണ് തുറക്കുന്നേ? നമ്മൾ കാറ്റൊള്ളാൻ വേണ്ടിയിട്ടാണ് തുറക്കുന്നേ. തുറന്ന് കിടക്കുകയാണ് മക്കളെ. വല്ലതും പിടി കിട്ടിയോ? യേശു എന്താ പറഞ്ഞേ? പരീക്ഷയിൽ അകപ്പെട്ടേച്ചൻ തോറ്റു തുന്നമ്പാടി പ്രാർത്ഥിക്കാനാണോ പറഞ്ഞേ? അല്ല. പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് സംഭവിച്ചതിന് ശേഷം അയ്യം വിളിക്കാനാണോ പറഞ്ഞേ? അല്ല. സംഭവിപ്പാനുള്ളതിൽ നിന്നും ഒഴിഞ്ഞ് മാറേണ്ടതിന് വല്ലതും പിടി കിട്ടിയോ? ഉൽപ്പത്തി പുസ്തകം 19 ലോത്ത് രക്ഷപ്പെടുക സോദോം ഗൊമോറയിൽ നിന്ന്. ലോത്ത് രക്ഷപ്പെട്ടത് ലോത്തിന്റെ പ്രാർത്ഥന കൊണ്ടാണോ? അല്ല. 18 അവന്റെ വീട്ടിലേക്ക് പോകും വഴി വെള്ളം കുടിക്കാൻ കയറിയതാ. ആ കാലേന്ന് വിട്ടിട്ടില്ല അബ്രഹാം. 50 പേരുണ്ടെങ്കിൽ, 40 ഉണ്ടെങ്കിൽ, 30 ഉണ്ടെങ്കിൽ വ്യക്തമായി ദൂതിയൻ കൈമാറുകയാണ്. 19 ലോത്തെ നീ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല രക്ഷപ്പെട്ടത്, 18 അബ്രഹാം കാൽക്കൽ വീണ് കിടന്നത് കൊണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചാൽ, ഇവിടെ ദൈവത്തെ സ്തുതിച്ചാൽ, 6 മാസം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങളെ ബഹ്റിൽ റോഡ് വഴി നടക്കുക. ചില സ്ഥലം സ്റ്റോപ്പ്, ഇവിടെ റോഡില്ല, അടച്ചുവിട്ടിരിക്കുക, വേറെ വഴി പൊക്കോളണം. അപ്പൊ 6 മാസം കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക്, തലമുറയിലേക്ക് വരാൻ പോകുന്ന, ശരീരത്തിലേക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങളെ സ്റ്റോപ്പ് എന്ന് കാണിച്ച് ഗതി തിരിച്ചു വിടാൻ കഴിയുന്ന പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥന എന്ന് തിരിച്ചറിയാൽ എത്ര ദൈവമക്കൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ചോദ്യം. നാട്ടിൽ ചെല്ലുമ്പം കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കയറണം കേട്ടോ. ഷുഗർ ആണെങ്കിൽ ഓനൊക്കെ കുടിക്കാം. അവൻ്റെ ആ കേളയന്ത്രന മെഷീൻ എപ്പോഴും ഇങ്ങനെ അങ്കമാലിയിൽ പോരണോണ്ട് ജോസേട്ടാ ഈ പ്രാവശ്യം പിന്നെ ഓരം കുടിച്ച് വെച്ച് വേണം, എന്നെയും കൂടെ വിളിച്ചോ. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ഇത് നിർത്തിക്കൂടെ? എൻ്റെ സാറേ, ഇത് കറക്കുന്നതിന് ഒരു സൈക്കോളജി ഉണ്ട്. ഒന്ന്, നിങ്ങൾ കാണുമ്പോൾ തന്നെ തോന്നും ഇവിടെ ഫ്രഷായിട്ട് സാധനം കിട്ടും, താമസമില്ല, തട്ടുകട. 5 സ്റ്റാർ അല്ലല്ലോ. അവിടെ ആദ്യം പ്ലേറ്റ് വന്നെങ്കിൽ 5 കൊല്ലം, പിന്നെ ടിഷ്യൂ വന്നെങ്കിൽ 7 മാസം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇതാവുമ്പം പെട്ടെന്ന് കിട്ടും. നമ്മൾ ചെന്ന് വെച്ചും പിന്നെ ഇത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കരിമ്പിൻ്റെ ജ്യൂസ് പറഞ്ഞു, ഒരു കോലെടുത്തു, 2, 4, 8, 16, 32, അപ്പോഴത്തേക്കും ജ്യൂസ് ശരിയായി. കോല് മടക്കി കുടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതിനകത്തുനിന്നൊരു ദൂത് ഞാൻ ഗ്രഹിച്ചു. എന്നറിയാമോ? ഈ പ്രാർത്ഥനയുടെ പൽചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീടോ സഭയോ വ്യക്തിയോ ആണെങ്കിൽ രക്ഷപ്പെട്ടു. അതില്ലാത്തവരോ? രണ്ടും വ്യത്യാസമുണ്ട്. അറിയാമോ? ഈ പൽചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന വീടോ വ്യക്തിയോ ആണെങ്കിൽ പിശാച് നിന്റെ കുടുംബത്തിലേക്ക് വലിച്ചെറിയുന്ന ഏത് സാധനത്തെയും കരിമ്പിൻ ചണ്ടി കണക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഊത്തുക്കും. അത് 2 ആക്കി, 4 ആക്കി, 8 ആക്കി, 16 ആക്കി കറങ്ങുന്ന ബേറ്റിൽ പറഞ്ഞ് ടാറ്റ പറഞ്ഞു വിടാൻ പ്രാർത്ഥിക്കുന്നവർക്ക് സാധിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറയാം,
പ്രാർത്ഥനയില്ലാത്തവർക്ക് സാധാരണമായ കാര്യങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ പോലെ അവർ കൈകാര്യം ചെയ്യും. ഭയങ്കര പേടിയാണ്. പക്ഷേ പ്രാർത്ഥന ജീവിതമുള്ളവന് ഹിമാലയം പർവ്വതം ഉരുണ്ടു വന്നാലും അസാധ്യമായ കാര്യങ്ങൾ വന്നാലും അവൻ സാധാരണ പോലെ കൈകാര്യം ചെയ്യുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? പ്രശ്നത്തെക്കാൾ വലിയവനുമായിട്ട് അവന്റെ പിടുത്തം എന്ന് പറയുന്നത്. ഇന്ന് പകൽ മുകളിലുള്ളവനുമായി എത്ര പേർക്കൊരു പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ട് പ്രിയപ്പെട്ടവര്? അവരുമായി കാര്യമുള്ളവന്, നിരന്തരമായി പ്രാർത്ഥന ജീവിതമുള്ളവർക്ക് പിശാചിന്റെ പ്രവർത്തികളെ മറികടക്കാൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞത്. അടുത്ത കാര്യം എന്താ? അടുത്ത പോയിന്റ് കഴിഞ്ഞ ദിവസം എത്ര നേരം? സ്വത്രം പറഞ്ഞ് 3 നേരം ഇല്ലേ? ഇല്ലേ? 3 നേരം ഇല്ലേ? ഉണ്ടെന്നേ. വേറെ ഒന്നുമില്ലെങ്കിൽ ഇതുമെങ്കിലും മുടങ്ങാതെ ചെയ്യുമല്ലോ അല്ലേ? 3 നേരം അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? അതുപോലെ കാര്യം ഈ പറഞ്ഞ 3 നേരം. ഈ രാജ്യം ഭരിക്കുന്ന രണ്ടാമനൊക്കെ 3 നേരം പ്രാർത്ഥിക്കാൻ നേരമുണ്ട് അല്ലേ? 40 വർഷം സിയോൻ കോട്ട പിടിച്ചെടുത്ത് അവിടെ ഭരിക്കുന്ന ദാവീദിന് 3 നേരം പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമനും രണ്ടാമനുമായ പത്രോസിനും യോഹന്നാനും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. അപ്പോൾ ആർക്കാ നേരമില്ലാത്ത? ഒരു പണിയില്ലാതെ സർവക്കല്ലേ ഓന്തിരിക്കുന്ന പോലെ ഇരിക്കുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ മാത്രം വരാൻ നേരമില്ലെന്ന്. ഇവിടുത്തെ കാര്യമല്ല. ഇവിടെ ഓവർ ടൈം ചെയ്തിട്ടും വീട്ടിലോട്ട് പോകാതെ നേരെ പ്രാർത്ഥനയ്ക്ക് വന്നേച്ചും വീട്ടിൽ പോകും. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാൻ നാട്ടിലെ കാര്യമാണ് പറഞ്ഞേ. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും ഉപ്പൻചാക്കിൻ്റെ പുറത്ത് അച്ഛാ വരത്തില്ലയോ പ്രാർത്ഥനയ്ക്ക്? വന്നേക്കാൻ പാസ്റ്റർ വെക്കോ. തിരിച്ചു വരുമ്പോഴും ആ ഉപ്പൻചാക്കിൻ്റെ പുറത്തിരിപ്പുണ്ട്. ആ കാര്യമാണ് ഞാനീ പറഞ്ഞത്. സ്വത്രം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ നാട്ടിലോട്ട് വരണ്ട. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. വല്ലപ്പോഴും സ്വത്രക്കാഴ്ച അയച്ചത് നിങ്ങളല്ലയോ? നിങ്ങളുടെ വോട്ട് അധ്വാനമല്ലയോ? അതാ ഞാൻ പറഞ്ഞത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവസം എത്ര നേരം മക്കളെ? മറക്കണ്ട കേട്ടോ. ദിവസം 3 നേരം. നമുക്ക് 3 എത്ര നേരം തീറ്റാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. 5, 6, 7 പ്രാവശ്യമൊക്കെ ആൾക്ക് തീറ്റയുടെ കാര്യത്തിൽ നമ്മളങ്ങോട്ട് ഭയങ്കര ഓവർ സ്മാർട്ടായിട്ടിരിക്കാൻ. ഒന്നാമത് ഈ കിട്ടുന്ന സാധനമൊന്നും കളയത്തൂല്ല. സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഈ സന്ധ്യയായി ഉഷസമായി 7-ാം ദിവസം വരെ ബൈബിളിലുള്ളൂ. ഫ്രിഡ്ജ് വന്ന ശേഷം 8-ാം ദിവസം 2-ാം വാരം 21 ദിവസം ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു അപ്പച്ചനും അമ്മച്ചും കിടക്കുന്ന വീട്ടിൽ ചെന്ന് താമസിച്ച ഭക്ഷണം കഴിയുമ്പോൾ വറുത്ത മീൻ. ഇത് എവിടുന്ന് വറുത്ത മീൻ? അപ്പച്ചനും അമ്മച്ചും മീൻ മേടിക്കാൻ പുറത്ത് നടക്കുന്നുണ്ടോ? പിള്ളേർ മേടിച്ച് വെച്ച് പാസ് വരുമ്പോൾ തന്നെ ഒന്നും പറഞ്ഞ് ഏൽപ്പിച്ചേച്ച് പോയതാ മാസ്റ്ററെ. പിള്ളേരെന്തി? അവര് പോയി ഇത് വായിക്കുക. ഇത് അവർ ഇന്നലെ മിനിയാന്ന് അവർ ഉപവാസം തുടങ്ങിയ 1-ാം ദിവസം പോയി. അപ്പം ഇത് എത്രാം ദിവസം മീനാന്ന് മനസ്സിലായോ? മനസ്സിലായോ? സ്വത്രം. ചില ആളുകളുടെ ഫ്രിഡ്ജ് തുറക്കുന്നു, വെളിപ്പാട് 19 തുറക്കുന്നു. ഒരുപോലെ അഗാധ കോപത്തിൽ നിന്ന് പൊക്ക പൊങ്ങി എന്തൊക്കെ സാധനമാ പുറത്തോട്ട് അറിയാൻ പറ്റിയ. ആട്ടെ, ഞാനത് അവിടെ അവസാനിപ്പിക്കുന്നത്. ദിവസം എത്ര നേരം? മറക്കാറില്ലോ തിന്നാൻ. ഇതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൂടെ ചെയ്യ്. 7 നേരം. 119-ാം സംഗീതം അങ്ങനെ. അത് ഞാൻ തന്നെ ദിവസം 7 പ്രാവശ്യം സ്തുതിക്കുന്നു. അപ്പം ഞാൻ പിള്ളേരോട് പറയും, മക്കളെ 7 പ്രാവശ്യം തിന്നുന്നവൻ 7 പ്രാവശ്യം പ്രാർത്ഥിക്കണം. 6 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവൻ 6. അങ്ങനെ വന്ന് 3 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുന്നവർ 3 പ്രാവശ്യം തിന്നാവുള്ളൂ. അപ്പോൾ 1 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുള്ളെങ്കിലോ പറയടേ, 1 പ്രാവശ്യം തിന്നാവൂ. എപ്പോഴും പ്രാർത്ഥിക്കുകയാണെങ്കിലോ എപ്പോഴും തിന്നാം, എപ്പോഴും തിന്നാം. അപ്പോൾ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നില്ലെങ്കിലോ തിന്നുകയേ. അടുത്ത ഭാഗത്തേക്ക് വരാം. എന്താണ്? മുട്ടുകുത്തി. എന്താണ്? യഹൂദന്മാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. എന്താണെന്നറിയാമോ? മുഴങ്കാലുകൾക്കിടയിൽ തല വെച്ചവർ പ്രാർത്ഥിക്കും. നമ്മളങ്ങനെയൊന്നും പ്രാർത്ഥിക്കുകയില്ല. ഓക്കെ. അപ്പം അതിനൊക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം? ഓടി നടന്ന് പ്രാർത്ഥിക്കാം, നടന്ന് പ്രാർത്ഥിക്കാം, നിന്ന് പ്രാർത്ഥിക്കാം. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇരുന്നും പ്രാർത്ഥിക്കാം. അപ്പം എല്ലാവരും ഇരിക്കുകയല്ലയോ? ആരെ ഓടി നടന്ന് പ്രാർത്ഥിച്ച ആള്? പാസ് വായിച്ചില്ലേ ഈ സാരസരാഗം, പുത്ര മരണരാഗം, നശിപ്പിക്കരുതെന്ന രാഗം. എൻ്റെ രസമെന്നറിയാം. രാഗമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ദാവീദ് ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ പാടിയ അല്ല നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ആരാ പുറകെ വരുന്നേ? ശൗൽ. അവൻ്റെ കയ്യിൽ എന്തുണ്ട്?
ആയുധം. അന്നേരം പാട്ട് പാടാൻ പറ്റുമോ? നിങ്ങൾ ബഹ്റിൻ ചെന്നു അടുത്ത മാസം, ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഒരാളെ 5 ലക്ഷം രൂപ മേടിച്ചോണ്ടാ പോകുന്നത്, 5 കൊല്ലമായിട്ട് ഇതുവരെ കൊടുത്തിട്ടുമില്ല. അപ്പം നിങ്ങൾ ഞായറാഴ്ച പള്ളി പോകാൻ നേരത്ത് പോകുമ്പോൾ പുള്ളി ചോദിച്ചു, ഇടാ നീ എന്നാ വന്നേ ഇന്നലെ, ആ കാശെന്താ തരാത്തേ, അടുത്ത പ്രാവശ്യം തരാം, ഇന്ന് ഞാൻ നിന്നെ കൊല്ലൂടാന്നും പറഞ്ഞ് അവനൊരു വാക്കത്തി എടുത്തോട്ട് നമ്മുടെ പുറകെ വരികയെന്നിരിക്കട്ടെ. നമ്മൾ സഭാഹാളി പോകാതെ കണ്ടം വഴി ഓടുകയെന്നിരിക്കട്ടെ. നമ്മളങ്ങനെ ഓടുമ്പോൾ നിങ്ങൾ ഏത് സങ്കീർത്തനമാ പാടുന്നേ ഒന്ന് പറഞ്ഞേ, അറിയണമല്ലോ. ശത്രു നമ്മുടെ പുറകെ വരുമ്പോ അന്നേരം മറ്റേം പറയുന്നത് ഇവിടെ ഒന്ന് പറയാൻ കൊള്ളാവുന്ന വാക്കാണോ എന്ന് ആദ്യം ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ദാവീദ് ഏർലി മോർണിംഗ് എന്നല്ല, എവരി സിറ്റുവേഷൻ എന്നാണ് ഞാൻ എല്ലാ കാലത്തും യഹോവയെ സ്തുതിക്കുന്ന, എന്ത് വന്നാലും ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ നോക്കട്ടെ, ഓടി നടന്ന് പ്രാർത്ഥിച്ചാലാണ് നെഹമ്യാവ്. എന്താ കാര്യം? പകൽ നീ പണയുന്നതിന് രാത്രി ഞങ്ങൾ കുറുക്കനെ കയറ്റി വിടുമെന്ന് പറഞ്ഞപ്പം പുള്ളി രാത്രി നടന്ന് സ്തോത്രം ചെയ്തു. നിന്ന് പ്രാർത്ഥിക്കുന്നവനാണ് പരീശൻ. നമ്മളിത് മൂന്നുമല്ല. ക്ഷീണമൊക്കെ ആയതുകൊണ്ട് 550 രൂപയുടെ കംഫർട്ടിൻ്റെ കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല AC ഹോള്, എന്നെ മനോഹരമായ ഹോളാണ്. ഇരുന്ന് ഇത്രയൊക്കെ സൗകര്യം കർത്താവ് തന്നില്ലേ? ഓടി നടന്ന് പ്രാർത്ഥിക്കാം, നടന്ന് പ്രാർത്ഥിക്കാം, ഇരുന്ന് പ്രാർത്ഥിക്കാം, നിന്നിട്ടും പ്രാർത്ഥന വരുന്നില്ലെങ്കിൽ പറഞ്ഞേക്കല്ലേ മിക്കവാറും കിടന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. കിടന്നിട്ടും പ്രാർത്ഥന വരുന്നില്ലെങ്കിൽ ഇനി പ്രാർത്ഥിക്കണ്ട. ജോയിപ്പാൽസെങ്ങനെ ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഓടി നടന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രായമാണ് ബാല്യം. മനസ്സിലായോ? ഇവർ ഈ ഹോൾ തുറക്കുമ്പോൾ എങ്ങനെയാ വരുന്നതെന്നറിയാമോ? അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാ വരുന്നേ? ഓടിയാ വരുന്നേ. നമ്മളെങ്ങനെയാ വരുന്നേ? പള്ളിയുടെ മുമ്പിലിരിക്കുന്ന ആരാ? പിള്ളേർ. പുറകിലിരിക്കുന്ന ആരാ? കല്യാണ പ്രായമായവർ. കുറച്ചുകൂടെ പുറകിലാരാ? കഴിച്ചവർ. ഏറ്റവും പുറകിലാരാ? ഇനി ഒരിക്കലും കല്യാണമേ വേണ്ട എന്നുള്ളവരാണ്. കഴിച്ചു മേലാൽ അങ്ങനെ പള്ളിയുടെ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് ഇതിനകത്ത് വലിയ ബന്ധമൊന്നുമില്ല. ഇവരെങ്ങനെ ഇരിക്കുക? സമയമാകുമ്പോൾ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ നമ്മളോടാ പറയുന്നേ, ഓടി നടന്ന് പ്രാർത്ഥിക്കാൻ ബാല്യം തന്നില്ലേ? ഒരു സ്വത്രം പറ. നടന്ന് പ്രാർത്ഥിക്കാൻ യൗവനം തന്നില്ലേ? ഒരു സ്വത്തോടെ പറ. ഇരുന്ന് പ്രാർത്ഥിക്കാനാണേലും മധ്യവയസ്കന്റെ പ്രായവും തന്നില്ലേ ദൈവം? എന്നിട്ടും പ്രാർത്ഥിക്കാത്തവരെ കുറിച്ച് എന്നാ പറയാനാ? ഞാനൊന്നും പറയുന്നില്ല, ദൂത് പറയാൻ പോവുക. നമ്മുടെ റോൾ മോഡൽ യേശുവാണ്. യേശു മുട്ടുമടക്കിയാ പ്രാർത്ഥിച്ചത് അല്ലേ? അതുകൊണ്ടാണ് അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ ദൂതന്മാരെ കണ്ടു. ഇസഹാക്ക് വെളിം പ്രദേശം ധ്യാനിപ്പാൻ പോയി തല പൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഏലിയാവ് തല പൊക്കി നോക്കിയപ്പോൾ കൈപ്പത്തി പോലെ മേഘം പൊങ്ങുന്നത് കണ്ടു. അർത്ഥം വല്ലതും മനസ്സിലായോ? നാളുകളായി നീ തല കുമ്പിട്ടൊരു വിഷയമുണ്ടെങ്കിൽ നിന്റെ തല ഉയർത്തുന്നൊരു സമയം വരും. സ്തോത്രം. നമുക്ക് യേശുവിലേക്ക് വരാം. യേശു മുട്ടുകുത്തി ഗദസമനിൽ. അടുത്ത പോയിന്റ് ഏതാ? ഗദസമന കഴിഞ്ഞാൽ അടുത്ത സ്ഥലം ഏതാ? കാൽവറിയ. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണേ. ഗദസമനയിൽ ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തിയത്? പിതാവിൻ്റെ മുമ്പിൽ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം. അപ്പം കാൽവറിയിൽ ആരാ നിൽക്കുന്നത്? ബുഭുക്ഷയോടെ അലറുന്ന മനുഷ്യരാ നിൽക്കുന്നേ. ദൂതുവെല്ലാം മനസ്സിലായോ? അതായത് യേശുക്രിസ്തു ഗദസമനയിൽ മുട്ടുകുത്തി. കാൽവറിയിൽ മുട്ടുകുത്തിയോ? മരണത്തിൻ്റെ മുമ്പിൽ യേശു മുട്ടുകുത്തിയോ? ഇല്ല. യോഹന്നാൻ 19:30 അനന്തരം പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ തല വായിച്ചാലേ പറയുള്ളൂ. തല ചായ്ച്ചു. കുമ്പിട്ടു എന്നാണോ? കുമ്പിട്ടാൽ അതിനർത്ഥം തോറ്റെന്ന. എല്ലാവരും കുമ്പിടുന്നുണ്ട്, ഹാമാൻ മാത്രം എന്ത് ചെയ്യുന്നില്ല. അപ്പൊ ഹാമാൻ കുമ്പിടാത്താണ് പ്രശ്നം. മരണത്തിന് മുമ്പിൽ യേശു കുമ്പിട്ടോ ചായ്ച്ചോ? കുമ്പിട്ടിട്ടില്ല, തോറ്റിട്ടില്ല, ചായ്ച്ചിട്ടേ ഉള്ളൂ. അമ്മയുടെ മാറിടത്തിൽ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ഉറങ്ങിപ്പോവാറില്ലേ? നിങ്ങൾക്ക് പരിചയമില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയുക? എന്റെ കൊച്ചു അത്തുപോയി ഏതാണോ പറയുന്നേ? അത് ചായ്ച്ചു. ആ കുഞ്ഞിനെ പറിച്ചെടുത്താണ് കൊണ്ടുപോയി തൊട്ടിലേക്ക് എടുത്തുന്നത്. നിങ്ങൾക്കറിയാം, കുറേ കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് വരുമെന്ന്. 4000 കൊല്ലം കൊണ്ട് നടപ്പിൽ വരുത്താത്ത കാര്യം 30 വർഷം കൊണ്ട് പരിശീലിച്ച് 3.5 കൊല്ലം കൊണ്ട് നടപ്പിൽ വരുത്തി കാൽവറിയിൽ യേശുക്രിസ്തു ജയം പ്രഖ്യാപിച്ച ശേഷം അതിൻ്റെ ക്ഷീണം തീർക്കാൻ പോയ തലയാച്ച സ്ഥലമാണ് അരിമത്തിക്കാരൻ യോസേപ്പിന്റെ കല്ലറ. 3-ാം ദിവസം യേശു എഴുന്നേറ്റ് വരുമ്പോഴേ ചോദിച്ചു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള
ആവശ്യമുള്ള എവിടെ? മരണത്തിന്റെ മുമ്പിൽ തല കുമ്പിടാത്ത ഒരേ ഒരുവനെ ഉള്ളൂ. അത് നമ്മൾ ആരാധിക്കുന്ന യേശുക്രിസ്തു മാത്രമാകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആശയം, ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ പഠിച്ചാൽ മനുഷ്യന്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരില്ല. ദൈവത്തിന്റെ മുൻപിൽ കരയാൻ പഠിച്ചാൽ മനുഷ്യന് മുൻപാകെ കരഞ്ഞു കാണിക്കേണ്ടി വരില്ല. ദൈവത്തിന്റെ മുൻപിൽ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചാൽ മനുഷ്യന്റെ മുൻപാകെ ജയാളിയായി മാറാൻ കഴിയും. ദൈവത്തിന്റെ മുൻപിൽ 3, 7, 21, 40 ഒക്കെ ഇരിക്കാൻ സമയം കണ്ടെത്തിയാൽ ഒരു ചുവപ്പിന്റെ കുരുക്ക് നാട പോലും അഴിക്കാൻ ഒരു സർക്കാർ ഓഫീസും കയറി ഇറങ്ങി നടക്കേണ്ടി വരില്ല. വിശ്വസിക്കുന്നവരാ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഫൈനൽ 6ാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താണ് 6ാമത്തെ കാര്യം എന്നറിയാമോ? സ്തോത്രം ചെയ്തുകൊണ്ടുള്ള സ്തോത്രം. എത്ര വാക്കുണ്ട്? 2 അക്ഷരം. ഈ ഏറ്റവും വലിയ ശക്തി ആറ്റത്തിനല്ലേ, ആറ്റം ബോംബ്. അതിനും എത്ര വാക്കുണ്ട്? 2 വാക്കുകളോ. 2ന് ഓരോരുത്തർ ശക്തിയാണെന്നേ പറയുന്നത്. പണ്ടങ്കാണ്ട് ഹിരോഷിമ നാഗസാക്കിയിൽ ഇട്ടതായി ഇപ്പോഴും അതിൻ്റെ പ്രത്യാഖ്യാതങ്ങളുണ്ട്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം സ്തോത്രത്തിന് ഭയങ്കര ശക്തിയാണ്, പക്ഷെ മിണ്ടുകയില്ല. നമ്മളിങ്ങനെ പറയിപ്പിക്കുന്നത് വരാൻ വേണ്ടി നോക്കി നിൽക്കുക. സ്തോത്രം അർത്ഥമുള്ളേ. ഈ സ്തോത്രത്തിൻ്റെ ശക്തി വിശ്വാസത്താൽ വാളിൻ്റെ വാഴ്ത്തല തെറ്റി, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി രാജ്യങ്ങളെ പിടിച്ചടക്കി, മരിച്ചവരെ. ഞാനൊക്കെ ഈ ട്രിവാൻഡ്രന്നൊക്കെ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 12-10 AC ലോറി വന്നു. അപ്പം ഞാൻ ചേട്ടാ തെറ്റുപറ്റിപ്പോയി ക്ഷമ പറയാൻ വേണ്ടി ഗ്ലാസ് താഴ്ത്തിയപ്പം പുള്ളിയൊരു ഭയങ്കര ചീത്ത എന്നോട് പറഞ്ഞു. ഇപ്പം ഞാൻ ഗ്ലാസ് താഴ്ത്താറില്ല. അപ്പം ഞാൻ അതിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് എങ്ങനെ കാണിച്ചിട്ടു. ഞാൻ പറഞ്ഞോട്ടെ, ഈ വണ്ടിയൊക്കെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? വാഗ്ദത്തങ്ങളും വിശ്വസനവും വാക്കുമാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ അഖിലാണ്ട കൂടി ബ്രഹ്മ, ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ പ്രാർത്ഥിക്കേ? എന്നാ പറഞ്ഞേ? സ്തോത്രം. അത്രയല്ലേ പറഞ്ഞോളൂ അച്ഛാ, അത്രയല്ലേ പറഞ്ഞോളൂ. ഒരു സ്തോത്രത്തിന് 12-10 AC ലോറിയെ നിന്റെ ആത്മാവിനെ തൊടാതെ ആരടി മാറ്റാൻ കഴിയുമെന്ന് 1000 വട്ടം അനുഭവിച്ച ഡ്രൈവേഴ്സ് ഇതിനകത്തിരിക്കുന്നുണ്ട്. ഒറ്റ കാര്യം പറയാം. ഒന്ന് എഴുന്നേറ്റേ, ചാടി എഴുന്നേറ്റേ. 1 മിനിറ്റ് കൊണ്ട് ഒന്ന് ചാടി ഒന്ന് എഴുന്നേറ്റേ. ആക്രേ ചാടി എഴുന്നേക്കാൻ നിങ്ങളോടാ പറഞ്ഞേ, പ്രസംഗം തീർന്നു എന്ന് ആണ്ട കിടക്കുന്നു. പാട്ടുപാടാൻ സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ 1 മിനിറ്റ് സ്വോത്രം പറയുന്ന അവസരമുണ്ട്. എന്നറിയാമോ? സ്വോത്രം പറഞ്ഞ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ പറ്റുമോ? നോക്കിക്കേ, പിടിച്ചടക്കാം. ഇസ്രായേലിനെ തകർക്കാൻ മിദ്യാന്യർ വന്ന പാളയം അടിച്ചു കിടക്കുന്നു. പഴയ നിയമത്തിലെ സംഭവമാണ്. രാത്രി സ്വപ്നം കാണുന്നു, ഒരു യവത്തപ്പം ഉരുണ്ടി ചെല്ലുന്നു. എൻ്റെ പൊന്നെ, ഞാൻ വായിച്ച് ചിരിച്ച് മണ്ണ് കിട്ടും. എന്നറിയാമോ? ഒരു യവത്തപ്പം എന്ന് പറഞ്ഞാൽ ഗോതമ്പിനൊക്കെ വിലക്കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ തട്ടുദോശ ചെറിയ വലിപ്പം, അതിനേക്കാൾ വലുത് പാലപ്പം കള്ളപ്പം, അതിനേക്കാൾ വലുത് മസാല ദോശ, അതിനേക്കാൾ വലുത് നെയ്റോസ്റ്റൊക്കെ വരുന്ന വരവ് കണ്ട നാണം കിട്ടുമോ? വലിയ ഭൂലോകമാക്കി വെച്ചിട്ട് ഈജിപ്തിലെ മമ്മി വരുന്ന പോലെ ഒരു കുമ്പിളും കുത്തി നമ്മളെ നാണം കെട്ടി. ഇനി അതിനകത്തൊക്കെ കിടന്ന് നമ്മൾ നാണം കെട്ടിക്ക് പോയി സാധനം വരുന്നതണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പാളയത്തെ മൂടത്തക്ക നിലയിൽ ഇത്രയും വലിയ ദോശ വരണമെങ്കിൽ അത് ഏത് കല്ലേലാ ചുട്ടത്? ഞാൻ പറയാം, ഈ കല്ലേലാ ചുട്ടത്. ഈ ഇരിക്കുന്ന നിങ്ങളാ ചുടുന്നേ. മനസ്സിലായോ? ഒരാളൊരു സ്വോത്രം പറയുമ്പം തട്ടദോശയുടെ വലിപ്പമായി. അപ്പം മ്യൂസിക്കുകാരൊരു സ്വോത്രം കൂടെ പറയുമ്പോൾ എന്തരായി? അത് കള്ളപ്പത്തിൻ്റെ വലിപ്പമായി. നമ്മളങ്ങനെ അങ്ങോട്ട് സ്വോത്രം പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഒരു വലിയ യവത്തപ്പമായി. ഈ യവത്തപ്പത്തെ നമ്മൾ ഉരുട്ടി വിടുക. എങ്ങോട്ടാ? നിന്റെ തലയ്ക്ക് വില പറയുന്ന മിഥ്യാന്യ പാളയങ്ങൾ ചുറ്റും കിടക്കുന്നുണ്ട്. നിന്റെ ശരീരത്തെ ലക്ഷ്യമിട്ട്, നിന്റെ സമ്പത്തിനെ ലക്ഷ്യമിട്ട്, നിന്റെ ആരോഗ്യത്തെ ലക്ഷ്യമിട്ട്, നിന്റെ കുടുംബത്തെ ലക്ഷ്യമിട്ട് 24 മണിക്കൂറിനകം നിന്നെ തീർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുന്ന മിഥ്യാന്യ പടക്കൂട്ടത്തിലേക്ക് ഒരല്പസമയം ഒന്ന് കരമടിച്ചൊരു സ്തോത്രം ചെയ്തു ഒരു യവത്തപ്പത്തെ ഉരുട്ടിവിടാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽ ദൈവജനം ആർപ്പിടട്ടെ. ദൈവജനം ഇന്ന് പകൽ ആർപ്പിടുമ്പോൾ യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീഴുമെങ്കിൽ ഈ സ്തോത്രത്തിന് മിഥ്യാന്യ പടക്കളത്തെ തോൽപ്പിക്കാൻ കഴിവുണ്ടോ? ഹല്ലേലൂയ. കരമോശം അവസാനിപ്പിക്കരുത്. സമയം 1:30 നിന്റെ വിടുതലാണിത്. നീ കരമടിക്കുന്ന സമയത്ത് മിഥ്യാന്യ പടക്കൂട്ടങ്ങൾ